ഒരു ദൈവത്തിന് രൂപം കൊള്ളുകയാണ്. നമ്മളെ ഈ ക്ഷേത്രാങ്കണം അതിന് സാക്ഷിയാകുകയാണ്. ആ പുസ്തകം ഇന്ന് നമ്മുടെ പൂർണ്ണരൂപത്തിൽ ഇന്ന് രീതിയിൽ ശരീരം തിരിച്ച് തേര് സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞു, അർജുനൻ ആരാണെന്ന് എനിക്കറിയോ. അർജുനനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിന്റെ സ്വപ്നം മനസ്സിലിരിക്കട്ടെ എന്ന്. അങ്ങനെ കർണന്റെ മനസ്സ് പകുതിയായി. അങ്ങനെ നെഗറ്റീവ് എനർജി കൊടുത്തിട്ട് ആ ഉന്മേഷം എല്ലാം പകുതിയായി കുറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സാറിങ്ങനെ പറഞ്ഞത് എന്താണ് സ്വാതന്ത്ര്യത്തിനും റിപ്പബ്ലിക്കും ദിനം തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയില്ലല്ലോ. അപ്പൊ സാറ് പലപ്പോഴും അത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറിന്റെ മുമ്പിൽ ഇനി അധികം വിശദീകരിക്കുന്നില്ല, നമ്മൾ പറഞ്ഞാൽ തെറ്റിപ്പോകും. സാറ് പിന്നെ തിരുത്തുന്ന അപ്പോ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായ ആ ഒരു ദിനത്തിൽ തന്നെ അമ്മയുടെ പുസ്തക പ്രകാശനം ഇവിടെ നടക്കുകയാണ്. ഭഗവാന്റെയും ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെയും അതേപോലെ ഒരുപാട് സുഹൃത്തുക്കളുടെയും നല്ലൊരു ശ്രമഫലമായി ആ പുസ്തകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു 2-3 കാര്യം ആ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ ഇത് 4-5 വർഷം മുമ്പ് തന്നെ പുസ്തകം ആക്കുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ കവിതയൊക്കെ എഴുതി കാണിക്കും, ചിലപ്പോൾ ഭക്തിഗാനം എഴുതും. അപ്പം നമുക്കതിൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു എനിക്ക് കവിതയും കഥയോടൊന്നും അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പം അമ്മ കാണിക്കുമ്പോൾ ജസ്റ്റ് 2 പേര് വായിച്ചിട്ട് അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അപ്പം അമ്മ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളെ കുറെ 4-5 വർഷമായിട്ടാണ് നമ്മളെയൊക്കെ കാണിക്കല്. അപ്പം അമ്മ വരുമ്പോൾ ഇപ്പോൾ ആ പ്രളയം ഉണ്ടായ സമയത്ത് പിന്നെ ഉരുൾപൊട്ടലുണ്ടായ സമയത്തൊക്കെ അന്ന് രാത്രി തന്നെ ഒരു കവിത എഴുതിയിട്ട് ഞങ്ങളെ കാണിച്ചു. അപ്പോഴാണ് നമുക്ക് അമ്മ കുറച്ച് ജീനിയസ് ആണെന്നുള്ളൊരു തോന്നല് നമുക്ക് മനസ്സിലായത്. അപ്പം അതിന് മുമ്പ് നമുക്ക് കവിത എഴുതുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് എന്തിൻ്റെ കേടാന്നുള്ളൊരു തോന്നലായിരുന്നു സത്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ ശിവചേച്ചിയുടെ പുസ്തക പ്രകാശനം ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ അമ്മയ്ക്കും കുറച്ചുകൂടെ താല്പര്യം വന്നു. അപ്പോൾ അതിൻ്റെ ശിവചേച്ചി അനുമോദിക്കുന്ന ചടങ്ങ് വീട്ടിൽ വെച്ച് നടന്നപ്പോൾ ആ പുസ്തകമാക്കേണ്ട ഒരു ആശയം ഒന്നും കൂടെ കുറച്ചുകൂടെ താല്പര്യം വന്നു. അപ്പോൾ അങ്ങനെയാണ് സന്തോഷ് മാഷ പരിചയപ്പെടുന്നു. പിന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ പല ആളുകളായിട്ട് രാഘവ മാഷമായിട്ടും പിന്നെ ഇവിടെയുള്ള ആളുകൾ ആയിട്ട് ഒക്കെ സംസാരിച്ചു. പിന്നെ അതിന് ശേഷം അശോകേട്ടനെ ആയിട്ട് ഇത് കാണിച്ചിരുന്നു. പിന്നെ ലക്ഷ്മണ സാറെ കാണിച്ചു. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഒരു ശ്രമഫലമായി അതിൽ പ്രധാനമായിട്ട് സന്തോഷ് സാറ് കുറേ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പുസ്തക രൂപത്തിൽ ഇത് ആക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നമസ്കാരം. കൂടുതൽ സംസാരിച്ച സമയങ്ങളെന്ന തീയതിയല്ല എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് നല്ല ഇവിടെ നിന്ന് നമ്മളെ ക്ഷണിച്ചു വന്ന എല്ലാവരും അറിയിക്കുകയാണ്. ഇതുപോലുള്ള നമ്മുടെ ഗ്രാമത്തിലെ നമ്മളുടെ ചേച്ചി
എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ സമുദായത്തിൽ ഇതുപോലുള്ള നല്ല കഴിവുകളുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അത് വിനിയോഗിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി തീരാ. എല്ലാവർക്കും തന്നെ നമ്മളുടെ കഴിവുകൾ അത് തെളിയിക്കേണ്ട ആർജിച്ചുകൊണ്ട് അടുത്ത ചടങ്ങ് നമുക്ക് ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനത്തിലേക്ക് കടക്കാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വീഡിയോയില് ചേച്ചി കുറെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടു. വീഡിയോ ഒക്കെ ഞാൻ ശരിക്കും കണ്ടു. ഇപ്പോൾ 33 വയസ്സിൽ കവിത എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ചേച്ചി ഇപ്പോഴാണ് ഒരു എഴുത്തുകാരിയായി മാറുന്ന ഒരു ദിവസം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത്രയും വർഷം ഈ ചേച്ചിയുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ചേച്ചിയുടെ കഴിവ് പുറത്തേക്ക് വരാത്തത് എന്നുള്ളതിനൊരു ചോദ്യമുണ്ട്. പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പോൾ ഇനി കവിത എഴുതാനിട്ടാണെന്ന്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നിരുത്സാഹപ്പെടുത്തും. ആ നിരുത്സാഹപ്പെടുത്തൽ കൊണ്ടാണ് നമ്മുടെ അടുത്തിരിക്കുന്ന തങ്കമ്മ ചേച്ചിക്ക് എഴുതാൻ പറ്റുമോ, എഴുതണോ വേണ്ടിയോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വന്നത്. പിന്നീട് ശിവ പത്മനാഭനും പിന്നെ അതുപോലെ അശ്വിനി കൃഷ്ണനും എല്ലാം കൂടി എഴുതി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒന്നും കൂടി ഒരു ഉത്സാഹം വന്നു. അതായത് ശിവ പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ഭർത്താവേട്ടൻ വേറെ ആരെങ്കിലാണ് പറയുന്നത് മര്യാദയ്ക്കൊന്ന് കിടന്നോന്ന് പറയും. അല്ലെങ്കിൽ നാളെ രാവിലെ എണീക്കേണ്ടതല്ലേ, നാളെ രാവിലെ പണിയുണ്ടല്ലേ ചോദിക്കും. പക്ഷെ അദ്ദേഹം അത് എന്ത് ചെയ്തു? അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ മക്കളും അതിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ചേച്ചിക്ക് അത് കൂടുതൽ പ്രചോദനം നൽകി. അവസാന ഘട്ടത്തിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിക്കാനുള്ള കാരണം അതാണ്. പിന്നെ ചേച്ചീൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു ഭാര്യ, ഇതിനെല്ലാം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഇനിയും ഈ ഇരിക്കുന്ന അമ്മമാരുടെ കൂടുതൽ അല്ലെങ്കിൽ സഹോദരന്മാരുടെ കൂടുതലുണ്ടാവും, പലവരും ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് മടിച്ചു നിൽക്കരുത്. നമ്മുടെ രഘുവ സാറിനെ പോലെ സുരേഷ് സാറിനെ പോലെയുള്ള ഇവരൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോത്സാഹനം പറഞ്ഞല്ലോ. അവർ നമ്മൾ എന്താണ് അവരുടെ കല, അവർ കുട്ടികളെ നമ്മളുണ്ട്. കുട്ടികൾ നമ്മൾ വിചാരിച്ച കലയല്ല. നീ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നീ ക്യാരം ബോർഡ് കളിക്കാൻ പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കല. അവർ എഴുതാൻ പോവുകയാണെങ്കിൽ എഴുതാൻ പറയണം, കളിക്കാൻ പോവുകയാണെങ്കിൽ ഫുട്ബോളിലാണെങ്കിൽ ഫുട്ബോൾ. അവരെ നമ്മൾ കഴിയുന്ന സഹായം ഇനിയും നമ്മൾ എല്ലാവരും പ്രോത്സാഹനം കൊടുക്കണം. അതേപോലെ തന്നെ അവരെ ഭർത്താവും അവരെ മക്കളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളും അതിന് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ഇനിയും അതിനുള്ള കഴിവൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കളിമലക്കമ്പലന്റെ മുറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഔപചാരികമായിട്ട് നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ തീർത്തും ഗ്രാമീണമായിട്ടുള്ള ഒരു അതിർത്തി പ്രദേശം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്ര തിരുമുറ്റത്ത് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. അതിന് നേതൃത്വം നൽകിയവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഏതായാലും പുസ്തക പ്രകാശനങ്ങൾക്കൊക്കെ പൊതുവെ ചുരുങ്ങിയ ആളുകളും വിരലിലുണ്ടാവുന്ന ആളുകളുമൊക്കെയാണ് പലപ്പോഴും പങ്കെടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ തിങ്ങി നിറഞ്ഞ് ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെയൊക്കെ കലയോടും സാഹിത്യത്തോടുമുള്ള താല്പര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥകാരിയോടുള്ള നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ അതിന് കാരണമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതിന് നിങ്ങളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഏതായാലും ഇവിടെ ഇന്ന് ഒരു കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ
65 വർഷക്കാലത്തെ ജീവിതത്തിലെ അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു കവിതാ സമാഹാരം രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പക്വമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത് എന്ന് ഉറപ്പാണ്. 60 വർഷങ്ങളിലൂടെ നിരന്തരം കടന്നു വന്ന, എഴുതുകയും തിരുത്തുകയും ഒക്കെ ചെയ്തു വന്നിട്ടുള്ള കുറേ കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, എഴുതുക എന്നൊക്കെ പറയുന്നത് നമുക്ക് 2 തരത്തിൽ അതിനെ സമീപിക്കാവുന്നതാണ്. ഒന്ന്, നമുക്ക് ബുദ്ധി കൊണ്ട് എഴുതാൻ സാധിക്കും. നമുക്കറിയാം, എത്രയോ ആളുകളുണ്ട് അവരുടേതായിട്ടുള്ള ബുദ്ധി കൊണ്ട്, അന്വേഷണം കൊണ്ട് ഒക്കെ കവിതകളായാലും ലേഖനങ്ങളായാലും ഒക്കെ എഴുതിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. മറ്റൊന്ന്, ഹൃദയം കൊണ്ട് എഴുതുന്നവരുമുണ്ട്. അതിന് നല്ലൊരു ഹൃദയം മാത്രം ആവശ്യമാണ്. വലിയ പാണ്ഡിത്യമോ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ വലിയ അക്കാദമിക ബിരുദങ്ങളോ ഒന്നും അതിനാവശ്യമില്ല. ഒരു ഹൃദയമുണ്ടെങ്കിൽ, വിശാലമായ ആശയങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഹൃദയമുണ്ടെങ്കിൽ അവർക്കും ഏതു മേഖലയിലും ശോഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കവിതകൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീമതി വി ആർ തങ്കമ്മ എന്ന അമ്മ എഴുതിയ ഈ കവിതകൾ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായ കവിതകളാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് രൂപം കൊണ്ട വരികളാണ് ഇതിലുള്ളത്. കുറെ കവിതകളൊക്കെ എന്നെയും കാണിച്ചിട്ടുണ്ട്. ആരെയും കാണിക്കാത്ത ഒരുപാട് കവിതകൾ വേറെയും ഉണ്ടാകും. അത്തരം നല്ല ഒരുപാട് കവിതകളും തങ്കമ്മ ചേച്ചി എഴുതുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിനെല്ലാം ഒരു പുസ്തകമാക്കി ഭക്തിയും അല്ലാത്തതുമായിട്ടുള്ള പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുള്ളത് കൊണ്ട് ഭക്തി വിഷയമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള കവിതകളാണ് ഈ ആദ്യത്തെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹൃദയത്തിൽ അദ്ദേഹം എഴുതിയ ഒരു നോവലുമായിട്ട് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നത് പഴഞ്ചൊല്ലുകളായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ചോ അതിന്റെ സവിശേഷതകളെക്കുറിച്ചോ മേന്മകളെക്കുറിച്ചോ ഒന്നും ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വാങ്ങുകയും വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരമൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ കവിതകൾ കീർത്തനങ്ങളാണ്. ദേവി സ്തുതികളുണ്ട്, ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള നിരവധി കവിതകളുണ്ട്, മനോഹരമായിട്ടുള്ള കൃഷ്ണ കീർത്തനങ്ങൾ നിരവധിയുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം പ്രതിഷ്ഠിതമായിട്ടുള്ള ഈശ്വര ചൈതന്യങ്ങളെ കുറിച്ച് പാടുന്ന കീർത്തനങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതിലൊക്കെ വലിയ ആശയങ്ങളുമുണ്ട്. ഇനി ബാക്കി കിടക്കുക. കവി രമേശൻ നായർ പറഞ്ഞിട്ടുള്ളത് പോലെ എത്ര എഴുതിയാലും മതിവരാത്ത ഒരു കാവ്യമുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര എഴുതിയാലും മതിവരാത്ത ഒരു കാവ്യം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞത് ഹൃദയം കൊണ്ട് നമുക്ക് വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കാണിച്ച ഒരു അത്ഭുതമായിട്ടാണ് ജന്മസുഹൃതം എന്ന ഈ പുസ്തകത്തെ ഞാൻ വിലയിരുത്തുന്നത്. അതിൻ്റെ ഓരോ വരികളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലുമൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉത്തമ കൃതിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സാങ്കേതികമായിട്ട് എന്തെങ്കിലുമൊക്കെ പിഴകൾ അതിലുണ്ടെങ്കിൽ
അത് തീർച്ചയായിട്ടും സാങ്കേതികമായിട്ടുള്ള പിഴവുകളാണ് എന്ന് തിരിച്ചറിഞ്ഞു. സാധാരണമായ ഒരു ചടങ്ങ് നടക്കുകയാണ് ഇവിടെ. സാധാരണ കാണാത്തൊരു ചടങ്ങ്. ഈ ദിവസത്തെ മധ്യാഹ്നം കടന്ന് ഏതാനും മിനിറ്റുകളേ ആയിട്ടുള്ളൂ. ഒരു ഗ്രാമം മുഴുക്കെ, പ്രത്യേകിച്ച് ഒരു സമുദായം മുഴുക്കെ ഈ പുണ്യക്ഷേത്രത്തിന്റെ മുറ്റത്ത് വളരെ അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അല്പം പ്രായ കൂടുതലുള്ള ശ്രീമതി തങ്കമ്മ ഒരു വലിയ അത്ഭുതം കാണിച്ചിരിക്കുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ, അല്പം പ്രായം കൂടിയതിനു ശേഷം അതിമനോഹരമായ ഒരു കൃതി വളരെ കൃത്യതയുള്ള ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. കാരണം അത്ര വ്യക്തമായിട്ടുള്ള ധാരണകളുള്ള, നല്ല അച്ചടക്കമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു കൃതി എഴുതാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ബേക്കൺ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാൻസിസ് ബേക്കൺ, ഇദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഓരോ കവിതയും ഓരോരോ വരിയിൽ പ്രത്യേകം പ്രിന്റ് ചെയ്തിരുന്നുവെങ്കിൽ കുറേയും കൂടെ നന്നാവാൻ പറ്റിയത്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റെല്ലാ സമുദായക്കാരും അവരുടെ മതവിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അക്കാര്യം മറക്കരുത്. മറിച്ച് ഹിന്ദു ജനത ശ്രീരാമൻ ആരാണ് എന്ന് ചോദിച്ചാൽ, പണ്ട് ഞാൻ പേപ്പർ വാല്യൂ ചെയ്യുമ്പം ഒരു പ്രീഡിഗ്രി വിദ്യാർത്ഥി എഴുതിയിരുന്നു, ശ്രീരാമൻ സീതയുമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരനെ ആ പുസ്തകം ഏറ്റുവാങ്ങുകയെന്നാണ്. ഏറ്റുവാങ്ങുമ്പോൾ അത് മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഒരു ഭാരവാഹി എന്ന നിലയിലാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. അത് തന്നിരിക്കുന്നത് ലക്ഷ്മണ മാഷാണ്. അതായത് ആദ്യം തന്നെ അതിൽ നമ്മുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് ഗണപതി സ്തുതിയാണ്. അപ്പോൾ ആ ഗണപതി സ്തുതി ഗണപതിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നു എന്നുമാണ്. നമുക്കറിയാം ഗണപതിയെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് പലർക്കും അറിയാമായിരുന്നു. മഹാഭാരതം എഴുതിയപ്പോൾ അത്രയും വലിയൊരു മഹാകാവ്യം എഴുതാൻ ആരെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ അത് എഴുതുന്നതിന് ഗണപതിയെയാണ് വ്യാസന് കിട്ടിയത്. ആ ഗണപതിയുടെ അനുഗ്രഹമാണ് ഒരുപക്ഷെ നമ്മുടെ തങ്കമ്മ ചേച്ചിക്ക് ഇത് എഴുതാനും പ്രചോദനമായത്. അങ്ങനെ ഇതിൽ പുസ്തകത്തിൽ പുസ്തകത്തിന്റെ പേര് തന്നെ ജന്മസുഹൃതമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു മുജ്ജന്മ സുഹൃതം കൂടിയാണ്. മാത്രമല്ല ഇത് ജന്മജന്മാന്തരങ്ങളിലുള്ള ഒരു സുഹൃതവും ഒരു പുണ്യവുമാണ്. നമുക്കെല്ലാം പ്രചോദനമായ ഒരു വലിയ കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
നമുക്കെല്ലാം നേരത്തെ പലരും പറഞ്ഞു കഴിഞ്ഞു. 33 വയസ്സിൽ തുടങ്ങിയ എഴുത്താണ്. ആ 33 വയസ്സിൽ തുടങ്ങിയ സബരിയ പിന്നൊരു 33 വർഷം കൂടി എടുത്ത് ആണ് പുറം ലോകം അറിയാൻ കഴിഞ്ഞത്. ഇതിനെല്ലാം ഉണ്ടായത് നമ്മൾക്കെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിലുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ, പുറത്ത് പ്രകടിപ്പിക്കാൻ നമുക്കൊരു ഭയമുണ്ട്. ആ ഭയത്തെ മാറ്റിയെടുത്താൽ മാത്രമാണ് നമുക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുക. അതിന് ആ ഭയത്തെ മാറ്റാൻ നമുക്ക് അഭയം വേണം. അഭയമാണ്. ഞാൻ എഴുതിയ കവിതയാണ്. കവിതയുടെ പേര് ദൗത്യം. മാതാപിതാ ഗുരു ദൈവം മക്കളെ ഓർക്കുക നമ്മൾ, ആ സത്യം മക്കളെ ഓർക്കുക നമ്മൾ. മാതാപിതാ ഗുരു ദൈവം മക്കളെ ഓർക്കുക നമ്മൾ, ആ സത്യം മക്കളെ ഓർക്കുക നമ്മൾ. അച്ഛൻ്റെ വാക്കുകൾ അന്യർത്ഥമാക്കല്ലേ, അച്ഛൻ്റെ വാക്കുകൾ അന്യർത്ഥമാക്കല്ലേ. അച്ഛനാണെന്തിനും ധൈര്യം, നമ്മൾക്കച്ഛനാണെന്തിനും ധൈര്യം. മക്കൾ തൻ നന്മയ്ക്കായി നെട്ടോട്ടമോടുന്ന, മക്കൾ തൻ നന്മയ്ക്കായി നെട്ടോട്ടമോടുന്ന അച്ഛനാണെന്തിനും ധൈര്യം, സ്നേഹമുള്ള അച്ഛനാണെന്തിനും ധൈര്യം. അമ്മ തൻ കണ്ണീരു വീട്ടിടല്ലേ, അമ്മ തൻ കണ്ണീരു വീട്ടിടല്ലേ. സ്നേഹമുള്ള അമ്മയാണെന്നെന്നും നമ്മൾക്കു മാതൃക, അമ്മയാണെന്നെന്നും നമ്മൾക്കു മാതൃക. അമ്മ തന്നുദരത്തിലുണ്ണി വളരുമ്പോൾ, അമ്മ തന്നുദരത്തിലുണ്ണി വളരുമ്പോൾ അച്ഛനും അമ്മയും കാത്തിരുന്നു. എന്നുണ്ണി പൊന്നുണ്ണി എന്നോ വരുമെന്ന് അച്ഛനും അമ്മയും കാത്തിരുന്നു. മാതാപിതാക്കൾക്കു വേദന നൽകല്ലേ, വേർപാടു നൽകല്ലേ. വീടിൻ്റെ നന്മയ്ക്കായി ജീവിക്കണം മക്കൾ, വീടിൻ്റെ നന്മയ്ക്കായി ജീവിക്കണം. മാതാപിതാക്കൾക്കു വേദന നൽകല്ലേ, വേർപാടു നൽകല്ലേ. വീടിൻ്റെ നന്മയ്ക്കായി ജീവിക്കണം മക്കൾ, വീടിൻ്റെ നന്മയ്ക്കായി ജീവിക്കണം. അമ്മയ്ക്കും അച്ഛനും വാർദ്ധക്യമാകുമ്പോൾ, അമ്മയ്ക്കും അച്ഛനും വാർദ്ധക്യമാകുമ്പോൾ പിച്ച വയ്ക്കുന്ന കുഞ്ഞായി കരുതുക, പിച്ച വയ്ക്കുന്ന കുഞ്ഞായി കരുതുക. മാതാപിതാ ഗുരു ദൈവം മക്കളെ ഓർക്കുക നമ്മൾ, ആ സത്യം മക്കളെ ഓർക്കുക നമ്മൾ. മാതാപിതാ ഗുരു ദൈവം മക്കളെ ഓർക്കുക നമ്മൾ, ആ സത്യം മക്കളെ ഓർക്കുക നമ്മൾ. എഴുത്ത് ഏതായാലും, കവിതയായാലും കഥയായാലും ലേഖനങ്ങളായാലും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കഴിവാണ്, ജന്മസിദ്ധമായ ഒരു കഴിവാണ്. അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസം അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത്തരം ആ കഴിവിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം. ആ എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ സാഹിത്യ രചനകളിലൂടെയാണ് നമുക്ക് നല്ലൊരു സംസ്കാരം ഉണ്ടാവുന്നത്, സാമൂഹ്യ മാറ്റം ഉണ്ടാവും. അപ്പം അത്തരത്തിലേക്കാണ് ഒരു എഴുത്തുകാരൻ്റെ ശ്രദ്ധ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ താങ്ങായിട്ട് നിൽക്കുന്നത് എഴുത്തുകാർ തന്നെയാണ്. മഹാകവി
വാൽമീകിയുടെ ആ രാമായണം, അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ രാമായണ മാസം നമ്മൾ ആചരിക്കുന്നുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും രാമായണ വായന ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ട ഒരു പ്രോത്സാഹനം നമ്മുടെ സമുദായ സംഘടനയിലൂടെ തന്നെ ചെയ്യുന്നു. തീർച്ചയായിട്ടും ലക്ഷ്മണൻ സാർ സംസാരിച്ചതുപോലെ അടുത്ത കർക്കിടക മാസം 1-ാം തീയതി രാവിലെയും വൈകുന്നേരവും നമ്മൾ രാമായണ പാരായണം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. രൂപത്തിൽ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ ബന്ധുകൂടിയായ തങ്കപ്പ ചേച്ചിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. വളരെ തിരക്കിനിടയിലാണെങ്കിലും ഇന്ന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വേദിയിലേക്ക് വരാതിരുന്നാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഈ കവിതാ സമാഹാരം അവർ പുസ്തക രൂപത്തിലാക്കുന്നതിന് വേണ്ടി നമ്മളുടെ സന്തോഷ് മാഷ്, അതുപോലെ തന്നെ ലക്ഷ്മണൻ മാഷ് അടക്കമുള്ള ആളുകളെ സമീപിച്ചപ്പോൾ അത് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ വേദി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതും അവരെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ലക്ഷ്മണൻ മാഷ് നേരത്തെ ഒരു ഇവിടെ സൂചിപ്പിച്ചിരുന്ന ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ കഥകളും കവിതകളും ഒക്കെ തന്നെ വരുന്നത്. അപ്പൊ നമ്മൾ ഹൃദയമുള്ള ആളുകൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് അവരെ ഇനിയും നല്ല നല്ല കവിതകളും കഥകളും മറ്റും എഴുതുവാൻ പ്രാപ്തരാക്കാൻ വേണ്ടി നമ്മൾ അവരെ നിർലോഭമായ സഹകരണവും അതുപോലെ തന്നെ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഇന്ന് വടക്കനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ. വടക്കനാടിന് അനുഗ്രഹീതയായ ഒരു കവിയത്രിയെ ലഭിച്ചിരിക്കുകയാണ്. തങ്കമ്മായുടെ വലിയൊരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. അതും ഈച്ചക്കുന്നപ്പന്റെ തിരുസന്നിധിയിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പുസ്തകത്തിന്റെ പേര് പോലെ ജന്മസുഹൃതം തന്നെയാണ്. അമ്മായിയുടെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായി സഹായിച്ച എഴുത്തുകാരനും അധ്യാപകനുമൊക്കെയായ നമ്മുടെ സന്തോഷ് മാസ്റ്ററെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാറുടെ ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിലും ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് അഭിനന്ദനാർഹം തന്നെയാണ്. അതുപോലെ തന്നെ അമ്മായിക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത ലക്ഷ്മണൻ സാർ, അശോകമാമൻ, പ്രമോദേട്ടൻ, അമ്മായിയുടെ കുടുംബം, ഇവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സാധാരണയായി നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഒരു കവിതയോ കഥയോ നോവലൊക്കെ ആകുമ്പോൾ സാങ്കല്പിക ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് കാണാത്ത കേൾക്കാത്ത ലോകത്തെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ചിരിച്ചും കരഞ്ഞും ചിന്തിച്ചും ചിലപ്പോൾ വട്ടുപിടിച്ചുമൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് എഴുത്തുകാരുടേത്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഉണ്ണിക്കണ്ണന്റെ ഗോപികയായി, ഉണ്ണിക്കണ്ണന്റെ പൈക്കിടാവായി, ശിവഭഗവാന്റെ മാറിലണിയുന്ന കൂവളമാലയായി, ദേവിയുടെ തൃപ്പാദത്തിൽ വീഴുന്ന അർച്ചനപ്പൂക്കളായി, സദാ ദൈവത്തിന്റെ തൃക്കാൽക്കൽ ശിരസർപ്പിച്ച് ഭക്തിസാന്ദ്രമായി ഒഴുകുന്ന ഒരു മനസ്സ്, അത് അനുഗ്രഹീതം തന്നെയാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല ഇത്. അത്രയും ദൈവത്തോട് അടുത്തിരിക്കുന്ന അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണിത്. ഈ പുസ്തകത്തിന്റെ വരികളിലൂടെ കണ്ണോടിക്കുന്ന ആരുടെ ഹൃദയത്തിനും ഭക്തി ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അമ്മായി ഭക്തിയാൽ കോർത്തെടുത്ത ഈ ജപമാലകളിൽ ഞാനും ഒരു തുളസീതളമായി അലിഞ്ഞു ചേരുകയാണ്. ഇനിയും ആ തൂലികയിൽ ഒരുപാട് കാവ്യങ്ങൾ വിടരട്ടെ. വാൽമീകി മഹർഷിയെയോ പൂന്താനം നമ്പൂതിരിയൊക്കെ പോലെ ലോകത്തിന് തന്നെ ഒരു തിലകം ചാർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇപ്പോൾ കല്യാണം കഴിച്ചുള്ളത് നമ്പ്യാരെന്ന്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ പേര് PR അശ്വിനി എന്നാണ് അനൗൺസ് ചെയ്തത്. എൻ്റെ ശരിക്കും യഥാർത്ഥ പേര് അശ്വിനി കൃഷ്ണ എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വല്യമ്മേൻ്റെ ഒരു പുസ്തകത്തിന് പ്രകാശന ചടങ്ങിന് വിളിച്ചപ്പോൾ വരാൻ കഴിഞ്ഞതിലും ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതും ഇതൊരു ജന്മസുഹൃതം പോലെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്.
ഓരോ എഴുത്തുകാരുടെയും അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. ഞാനൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റുമെന്നുള്ള അങ്ങനെ മുത്താശ്ശി എന്നുള്ള ഒരു ഡ്രീം ബുക്ക് ഇറങ്ങുന്നതിനോടൊപ്പം എൻ്റെ 4 പുസ്തകമാണ് പ്രകാശനം പോയി. അടുത്ത് 4ാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞു, യാത്രാവിവരണമാണ്. അപ്പോൾ ഓരോ പുസ്തകം ഇറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷവും നമ്മുടെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണം കൂടിയാണ് ശരിക്കും നടക്കുന്നത്. ഇപ്പം ഇത്രയും വർഷമായി, 33ാമത്തെ വയസ്സിൽ തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു ഇത്രയും കാലഘട്ട ഇടവേളയ്ക്ക് ശേഷം പിന്നീട് അതൊരു സ്വപ്നം പൂവണിയുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം അല്ലെ അതിൻ്റെ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന എത്രമാത്രം ഉണ്ടെന്നത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അത് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്ത് ജിജോ ചേട്ടനൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനൊക്കെ കുഞ്ഞുനാളിൽ ഒരു വെറുതെ കുത്തി ചെയ്യുകയാണെങ്കിലും അതൊരു നോവലായിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഞാനുള്ളൊരു അന്വേഷണം നമ്മൾ മുത്താച്ചിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങിയപ്പോൾ പലരും എന്നെ കളിയാക്കുകയും ചെയ്തു ആ സമയത്ത്. പക്ഷെ അത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയുള്ള അംഗീകാരം എന്നുള്ളത് വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ എഴുത്തുകാർക്ക് എന്നുള്ളത് കിട്ടുന്ന പുറമേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്നുള്ളത് വലിയൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ നമുക്ക് തന്നെ എനിക്കൊക്കെ അങ്ങനെ കാണുമ്പോൾ മടിയാണ്. കാരണം നമ്മൾ ഒരു യങ്ങായിട്ടുള്ള ഒരു ഇതിൽ നമ്മളങ്ങനെ വലിയൊരു അങ്ങനെ കാണരുതെന്നാണ് ഞാൻ ആൾക്കാരോട് പറയാറുള്ളത്. നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അതിൽ കിട്ടുന്ന നമുക്ക് റെസ്പെക്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വല്യമ്മയുടെ ഇപ്പം ഇത്രയും ആളുകളുടെ മുന്നിൽ വല്യമ്മ അറിഞ്ഞു. വല്യമ്മയുടെ അതിന് വായിച്ചാലേ ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അത്രയും നല്ല നല്ല വാക്കുകളാണ്. കാരണം എനിക്കും കവിത ശരിയാവില്ല, എനിക്ക് എഴുതിയ ശരിയായിരുന്നോട് ഞാൻ എഴുതാറുണ്ടെങ്കിലും എനിക്കതൊരു ഇതായിട്ട് വരില്ല. പക്ഷെ വല്യമ്മ എഴുതിയ ഓരോ വാക്കുകളും ഞാൻ നോക്കിയിരുന്നു. ഭയങ്കര നല്ല നല്ല വാക്കുകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ അത്രമാത്രം അതിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകുന്നവർക്ക് അങ്ങനത്തെ നല്ല നല്ല വാക്കുകൾ കിട്ടുള്ളൂ. ഇനിയും ഇതുവരെ ഇപ്പോൾ ഈ ഒരു ഭക്തിസാന്ദ്രമായ ബുക്ക് മാത്രമേ ഇനി വലിയ മറക്കിയുള്ളൂ. ഇനിയും കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ടെന്നല്ല, ഒരുപാട് കവിതകളൊക്കെ നിറഞ്ഞ ഇനിയും നല്ല നല്ല പുസ്തകങ്ങൾ ഇതുപോലെ വരട്ടെ എന്ന നമ്മുടെ ഒരു കാവ്യ അല്ലെങ്കിൽ കവിത ആ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ രാധാകൃഷ്ണൻ, ഉദ്ഘാടനം ചെയ്ത ശ്രീധരേട്ടൻ, പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലക്ഷ്മൺ സാർ, സന്തോഷ് മാഷ്, അശോകൻ, മറ്റു വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തായ മാരാർ, അങ്ങനെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ ഈ വടക്കനാട് പ്രദേശത്ത് പണ്ട് പാരമ്പര്യ കാർഷിക കുടുംബങ്ങൾ വസിച്ചിരുന്ന നമ്മുടെ ഈ ഗ്രാമം അന്നത്തെ കാലഘട്ടത്തിൽ അത്രയും കഴിവുകൾ ഉള്ളിലൊതുക്കി വെച്ച് 33ാം വയസ്സിൽ തുടങ്ങി വെച്ച ആ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ, അപ്പോൾ നേരത്തെ സന്തോഷ് മാഷ് പറഞ്ഞതുപോലെ നല്ലൊരു മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആശയങ്ങൾ വരൂ. നല്ല ആശയങ്ങൾ വന്നാലേ നമുക്കത് വേദികളിലേക്ക് എത്തിക്കാൻ ഒരു വെളിച്ചമായി മാറാൻ കഴിയുള്ളൂ. ആ വെളിച്ചമാകാൻ നമ്മുടെ മാമി, തങ്കമ്മ മാമി തന്നെ നമുക്ക് പറയാം, അവർക്കൊരു വേദി ഇന്നിവിടെ ഈ വടക്കനാട് പ്രദേശത്ത്, അതായത് നമ്മുടെ ബിജോസ് എന്നോട് വിളിച്ചിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പ്രകാശനം നടത്തുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വടക്കനാടാണ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ, അതായത് സ്വന്തം പ്രദേശത്ത് വെച്ച് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സുഹൃത്താണ്. ഒരു കലാകാരൻ്റെയും ഒരു കഥാകാരികളുടെയും അവർക്ക് അംഗീകരിക്കുന്ന സ്വന്തം നാട്ടിൽ വെച്ചാവുമ്പോൾ അതിന് 100 മടങ്ങ് അതിന് പവർ ഉണ്ടാവും. അത്രയും പോസിറ്റീവ് എനർജി അവർക്ക് ലഭിച്ച ഈ നിറഞ്ഞ സദസ്സ് ഇന്നിപ്പോൾ രാവിലെ വന്ന മുതൽ ഈ ഉച്ചവരെ ആയാലും ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഈ വടക്കനാടുകാരുടെ സപ്പോർട്ട്, കുടുംബത്തിന്റെയും പ്രദേശവാസികളുടെ സപ്പോർട്ട് അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനലുമായിട്ട് നമ്മുടെ ഒരു വീട്ടിൽ പോയപ്പോൾ പെൺപെരുമ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മളവിടെ പോയിരുന്നു. അന്ന് അവർ പറഞ്ഞ ഓരോ വാക്കുകൾ നമുക്ക് വിലമതിക്കാൻ കഴിയില്ല. അത്രയും അർത്ഥമായ കാര്യങ്ങളാണ് ആ പെൺപെരുമയിലൂടെ അവർ അവതരിപ്പിച്ച ഓരോ വരികൾ. അവര് ഈ കാവ്യങ്ങൾ മാത്രമല്ല, അവര് കാട്ടുമൃഗങ്ങൾ വരുന്നതിനും കാട്ടുമൃഗങ്ങളെ ശല്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും പുസ്തകത്തിൽ എത്തിയില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം അവര് ഈ കഴിഞ്ഞ പുതുവർഷം തുടങ്ങിയപ്പോൾ രാത്രിയിൽ, കഴിഞ്ഞ തലേദിവസം രാത്രിയിൽ അവർക്ക് തോന്നി പുതുവർഷത്തെ പറ്റി ഒരു കവിത അല്ലെങ്കിൽ ഒരു 2 വരികൾ കുറിക്കണം. അപ്പൊ പായുടെ പര്യായങ്ങൾ വെച്ചുകൊണ്ട്, അതായത് പുതുവർഷം വരുന്നു, പുലർക്കാലം വരുന്നു, പുതുവസ്ത്രം അണിയണമെന്ന് പറഞ്ഞുള്ള ആ പായുടെ ഇത് വെച്ചിട്ടുള്ള ഒരു 10 വരികൾ അവർ എഴുതിയത് രാത്രിയാണ്.
അപ്പൊ അത്രയും ചെറിയ സമയങ്ങൾ കൊണ്ട് നല്ല നല്ല കവിതകൾ രചിക്കാൻ കഴിയുന്നത് ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി ഇത്രകാലം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എടുത്തു വെച്ചത് ആ മക്കളും ആ കുടുംബാംഗങ്ങളും ഇന്ന് ഈ വേദിയിൽ ഇതൊരു വലിയൊരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വളരെയധികം അവര് ഏറ്റവും അഭിനീയമായ ഒരു സന്ദർഭത്തിലാണ് അവർ ഇരിക്കുന്നത്. കാരണം ഇപ്പൊ നേരത്തെ നമ്മുടെ കവിത പാടിയ അവര് മാതാപിതാ ഗുരുദൈവം എന്നുള്ള നമ്മൾക്ക് ഇന്നത്തെ സമൂഹത്തിന് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ഓർമ്മപ്പെടുത്തുന്നതും ഇനി നമ്മളെല്ലാം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ മക്കളെല്ലാം ഇപ്പോൾ വിദേശങ്ങളിൽ പോയി ചേക്കാറുകയാണ്. അപ്പോ ഇനി വരുന്ന വാർദ്ധക്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് അവർ ചൊല്ലിയത്. അപ്പോൾ വടക്കനാടൻ പ്രദേശത്ത് ഒട്ടനവധി കലാകാരന്മാർ, കഴിവുള്ള കലാകാരന്മാരുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം ഈ നാട്ടുകാർ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് നല്ലൊരു വേദി ഒരുക്കി കൊടുക്കുക. അതേപോലെ പ്രിയപ്പെട്ടവരെ, വിശിഷ്ട വ്യക്തികൾ, കാരണം ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം അത്രയും പ്രശസ്തരാണ്. ഞാനൊക്കെ സിനി ആർട്ടിസ്റ്റ്, ഇതെന്താ സിനി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പ്രതീഷ് മാരാർ എന്നല്ല അതിനകത്തൊക്കെ അറിയുന്നത്, മാരാർ മംഗലത്തിൽ നിന്നാണ്. കൂടാതെ സോഷ്യൽ മീഡിയയിൽ റിപ്പർ മാധവൻ എന്നൊരു ക്യാരക്ടറിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ പല ആൾക്കാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് എനിക്ക് അറിയാം. എന്തായാലും ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് വരാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും വളരെ 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 സ്നേഹം, സന്തോഷം. കാരണം അത്രയും മഹത്തരമായിട്ടുള്ളൊരു വേദിയാണ്. എല്ലാവരും ഒരു പ്രശ്നവും ഒരു പ്രയാസവും മുഖത്തൊന്നും ഒരു പ്രശ്നമോ പ്രയാസവും ഇല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അമ്മയുടെ ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പ്രായത്തിന് മൂത്ത ആൾക്കാരെ നമ്മൾ പേര് വിളിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അമ്മ എന്ന് വിളിക്കുന്നു. അമ്മയ്ക്ക് ഇങ്ങനൊരു കവിത രചിക്കാനും പുസ്തകം രചിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങനെ ആ പുസ്തകം രചിക്കാൻ വേണ്ടി മകൻ സഹായിച്ചു, ഭർത്താവ് സഹായിച്ചു, മക്കൾ സഹായിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം തരുന്നൊരു. എൻ്റെ അമ്മായി ഇത്തരം ഒരു കവിത എഴുതിയിട്ടുണ്ടെന്നും ഇത് ഇത്ര ധന്യമാണെന്നുള്ളത് ഈ അടുത്ത ദിവസത്താണ് ഞാൻ അറിഞ്ഞത്. ഇതിനു മുമ്പ് അമ്മായി കവിതകൾ എഴുതുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ഞാൻ പലപ്പോഴും തമാശയായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കവിയാവേണ്ടതാണ്, പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് കവിയായില്ല എന്ന് കളിയാക്കി പറയുമായിരുന്നു. സത്യത്തിൽ അമ്മായിൻ്റെ അകത്ത് ഇങ്ങനെയൊരു കവയത്രി ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഏറ്റവും അടുത്ത ദിവസമാണ് ഞാൻ അറിയുന്നത്. അതിൽ അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ ഈ ജന്മസുഹൃതം കവിത എഴുതിയ എൻ്റെ അമ്മായിയായ തങ്കമ്മയ്ക്ക് പള്ളിവേൽ പ്രാദേശിക സമിതിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ സമയം 1 മണിക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1:20 അതുകൊണ്ട് കൂടുതൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല. വടക്കനാട് പ്രാദേശിക സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ ക്ഷേത്രാങ്കണം വരുന്ന സമിതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ അധികം സന്തോഷമുണ്ട്. നമ്മുടെ പ്രാദേശിക സമിതിയിൽപ്പെട്ട ക്ഷേത്രത്തിൽ തന്നെ നല്ലൊരു മഹനീയമായ ഒരു ചടങ്ങ് നടന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത്രയും എനിക്ക് വൈകിയ വേളയിൽ പറയാനുള്ളൂ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ വേദിയിലിരിക്കണം. ഈ പോയ സമയത്ത് അധികം പറയുന്നില്ല. തങ്ങളുടെ ചേച്ചി കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നു. പണയമ്മ സമിതിക്കും വേണ്ടിയിട്ട് ബഹുമാന്യായ യോഗാധ്യക്ഷൻ, അതുപോലെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാന്യനായ ലക്ഷ്മൺ സാർ, പുസ്തകമേറ്റി വാങ്ങിയ നമ്മുടെ ആദരണീയ എത്രയും പ്രിയപ്പെട്ട ലക്ഷ്മണേട്ടൻ, ക്ഷമിക്കണം അശോകേട്ടൻ, അതുപോലെ ഈ വേദിയിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചേർന്നുള്ള നല്ലവരായ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ തങ്കമ്മ ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇടയിൽ ഇത്രയും കാലം ഒരു കവയിത്രി ഒളിഞ്ഞു കിടന്നു എന്നുള്ളത് നമ്മൾ വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ ഒരു കവിത അല്ലെങ്കിൽ അനവധി കാവ്യങ്ങൾ ചിട്ടപ്പെടുത്തിയെടുത്ത അവർ ഈ സമയങ്ങളിൽ അത് ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഈ കുഞ്ഞുങ്ങളും ഒക്കെയുള്ള കുടുംബാന്തരീക്ഷത്തിൽ അത്
വളരെ അതിൻ്റെ മനസ്സിൽ തട്ടി ഒരു കാവ്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മകൻ പറഞ്ഞ ഒരു വാക്യം നമ്മളിപ്പോഴും അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടാണെന്ന് ആദ്യം തോന്നുന്ന ഒരവസരം പോലും ഉണ്ടായിരുന്നു. അത് ഇതുപോലത്തെ കാർഷിക കുടുംബങ്ങളിലൊക്കെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഏകദേശം 2 വർഷം മുന്നേ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്നു. അങ്ങനെ ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഈ തങ്കമ്മൻ ചേച്ചിയിൽ ചില കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷേത്ര ഭാരവാഹികളുമായി അവരുടെ വീട്ടിൽ പോവുകയും ഒരു വൈകുന്നേരം ഇരുന്ന് അന്നത്തെ നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ തങ്കമ്മൻ ചേച്ചി പറഞ്ഞിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവർ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കമ്മിറ്റിക്കാരും മുന്നേ പറയുകയും അതിൽ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ആ നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 വർഷം മുന്നേ ജനങ്ങളൊന്നും ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഇതിനാണ് വീതിന് കിട്ടുന്നത്. ഈ ചെക്കുന്നപ്പ തമ്പുരാനേ ദേവ ചുറ്റമ്പലം ഞാൻ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവ കീർത്തനം ചൊല്ലി ഞാൻ നീങ്ങുമ്പോൾ ആത്മാവിനേതൊരു തേജസാം സായുജ്യം. ഈ ചക്കുന്നപ്പ തമ്പുരാനേ ദേവ ചുറ്റമ്പലം ഞാൻ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവ കീർത്തനം ചൊല്ലി ഞാൻ നീങ്ങുമ്പോൾ ആത്മാവിനേതൊരു തേജസാം സായുജ്യം. കരളിലെ ദുഃഖങ്ങൾ തെളിനീരായി കണ്ടിത കാത്തരുളിടുന്ന കൈവല്യമേ. കരളിലെ ദുഃഖങ്ങൾ തെളിനീരായി കണ്ടിത കാത്തരുളിടുന്ന കൈവല്യമേ. കാരുണ്യക്കടലാകും തമ്പുരാനേ പാർവതി വല്ലഭ പരമേശ്വര. കാരുണ്യക്കടലാകും തമ്പുരാനേ പാർവതി വല്ലഭ പരമേശ്വര. അവിടുത്തെ തൃപ്പടികൾ കയറിയിറങ്ങുമ്പോൾ കഥനങ്ങളൊക്കെയും പുഷ്പമലരാവുന്നു. അവിടുത്തെ തൃപ്പടികൾ കയറിയിറങ്ങുമ്പോൾ കഥനങ്ങളൊക്കെയും പുഷ്പമലരാവുന്നു. നിൻ തിരുനടയിലായി തൊഴുതിങ്ങു നിൽക്കുമ്പോൾ സങ്കടമൊക്കെയും നറുമലരാവുന്നു. സങ്കടമൊക്കെയും നറുമലരാവുന്നു. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ബന്ധുജനങ്ങൾക്കും എൻ്റെ വീട്ടുകാരും കുടുംബങ്ങൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ പൂപ്പുകൈ. ഞാൻ ആദ്യമേ എൻ്റെ മാതാപിതാക്കളെ മുൻനിർത്തി എന്നെ വളർത്തി കരുതലും സ്നേഹവും തന്ന് വളർത്തി വലുതാക്കി ഇത്രത്തോളം എത്തിച്ച എൻ്റെ മാതാപിതാക്കൾക്ക് സാധാരണ വന്ദനം. ഈ കാളിമല തമ്പുരാനും ഗുരുവായൂരപ്പനുമാണ് എന്നെ കൂടെ കാവ്യങ്ങൾ എഴുതാൻ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. എഴുതണ്ടെന്ന് ധരിക്കുമ്പോഴും എഴുതാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഭഗവാന്മാർക്ക് ദേവി ഗണപതി എന്നീ എല്ലാ ഈശ്വരന്മാർക്കും സാഷ്ടാംഗ നമസ്കാരം. ഞാൻ വളരെ വിഷമിച്ചിരിക്കുമ്പോഴും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എല്ലാം എഴുതുമായിരുന്നു. എൻ്റെ ഭക്തകാവ്യങ്ങൾ കോർത്തിണക്കി സ്നേഹത്തോടെ എന്നെ എഴുതാൻ അവതരിപ്പിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ബന്ധുജനങ്ങൾക്കും സാഷ്ടാംഗ വന്ദനം. സന്തോഷവും സങ്കടവും ഭക്തിയും സ്നേഹവും കലർന്ന ഈ ഭക്തകാവ്യം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈശ്വരന്മാർക്കും തന്നെയാണ് മുൻഗണന. ഇപ്പോൾ എൻ്റെ മക്കളും മരുമക്കളും ഭർത്താവും കൊച്ചുമക്കളും എല്ലാം എനിക്ക് പിന്തുണയായിട്ടുണ്ട്. അവരുടെ സമീപനവും സാമീപ്യവും എല്ലാം എന്നെ ഈ വേദിയിലെത്തിക്കാൻ എനിക്ക് വളരെയേറെ പ്രയോജനമായിരുന്നു. ഏത് ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും എന്നെ കൈപിടിച്ചുയർത്താനും എല്ലാം എൻ്റെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഈശ്വരന്മാരുമാണ് എന്നും കൂടെ ഉണ്ടായിരുന്നത്. അത് എന്നും ഒരിക്കലും മറക്കാതെ എന്നെ കാത്തു സൂക്ഷിച്ച എൻ്റെ ഹൃദയത്തിനെ തെളിനീരാക്കി മാറ്റിയ ഭഗവാന്മാരോട്
സാഷ്ടാംഗ പ്രണാമം. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് സന്തോഷ് മാഷെ പരിചയപ്പെടുത്തിയ പ്രമോദ്, ദീപ, പുത്തൻ ഇവരെല്ലാം ആണ് എന്നെ സന്തോഷ് മാഷെ പരിചയപ്പെടുത്തിയത്. സന്തോഷ് മാഷ് പറഞ്ഞു, ഭക്തികാവ്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ പോകില്ല, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ വാക്കുകളെ പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണെന്ന് പറഞ്ഞു. മാർച്ച് സെപ്റ്റംബർ മുതൽ 3-4 മാസമായി കഷ്ടപ്പെട്ട് ഇതിന് ഓടി നടക്കുക എല്ലാ തിരക്കിൻ്റെ ഇടയിലും. ഒന്ന് ലക്ഷ്മണ സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു, സന്തോഷ് മാഷിൻ്റെ വീട്ടിൽ 2 പ്രാവശ്യം പോയിരുന്നു. എല്ലാവരും എനിക്ക് നല്ലോണം പിന്തുണയായിരുന്നു. അമ്മ ഇത്രയും കാവ്യ എഴുതുകയല്ല എന്നാൽ പ്രസിദ്ധീകരിക്കാം എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ അശോകേട്ടൻ, ഗണപതി അമ്പലം, അശോകേട്ടൻ ബന്ധുക്കാരുമാണ്. അശോകേട്ടനാണ് ഗണപതിൻ്റെ ഞാൻ ആദ്യം കൊണ്ടുകൊടുത്തത്. തങ്കമ്മ ചേച്ചിക്ക് ഇത്ര പ്രായമായപ്പോഴും ഇതെങ്കിലും തോന്നിയല്ലോ എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും അഭിനന്ദിക്കുമായിരുന്നു. അപ്പം ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ എടുത്തു പറയുന്നില്ല. ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ഞങ്ങൾ ബന്ധുക്കളാണ്. ഈ അമ്പലത്തിൽ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന എല്ലാവർക്കും, ഇവിടെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായാണ് ജീവിക്കുന്നത്. അതേപോലെ ഇനിയും കൂടുതലുണ്ടാകാനും നിങ്ങളെ എല്ലാവരുടെ അനുഗ്രഹം എനിക്ക് വേണം. വേദിയിലുള്ള എല്ലാവരെയും സഹസിദ്ധിയും എൻ്റെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ 76ാം റിപ്പബ്ലിക് ദിന ആശംസകളൂടെ നിങ്ങൾ നേർന്നു കൊള്ളുന്നു. ഞാൻ കുറച്ച് വൈഫ് എത്താൻ കാരണം ഇന്ന് എനിക്ക് വാഹനം കിട്ടിയാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായത്. എൻ്റെ ഭാര്യ ഇവിടെ നേരത്തെ തന്നെ എൻ്റെ സന്നിഹിതനാണ്. നമുക്കറിയാം, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണ്, വളരെ വേണ്ടപ്പെട്ടവരും കൂടിയാണ്. എന്നാൽ തന്നെ ഈ വലിയ വേളയിൽ ഞാനൊരു ഉപഹാരം കൊടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അമ്മ ഇത് സ്വീകരിക്കണമെന്നാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തൂലികയാണ് കൊടുക്കുന്നത്. എല്ലാ ഭാഷയിലും ഇത് എഴുതാൻ കഴിയും. അമ്മയ്ക്ക് കൂടുതൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഈ ജന്മസുഹൃതമായ ഈ മഹാകാവ്യം എന്ന് പറയണ്ട, ഭക്തകാവ്യം എന്ന് എഴുതി ഇത് സമാഹരിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സന്തോഷമാണെന്ന് എഴുതി. അല്ലെങ്കിലും എല്ലാവർക്കും എന്നോട് സ്നേഹം, ഞാനും എല്ലാവരോടും സ്നേഹമായി പെരുമാറിയിട്ടുള്ളൂ. അതുപോലെ ഈ എൻ്റെ ബന്ധുവാണ് ഇപ്പൊ വന്ന ബാലുവാട്ടിൻ്റെ ഭാര്യ, ഞങ്ങൾ ബന്ധുക്കളുമാണ്. അവർക്ക് എന്നും ഇടയ്ക്ക് എന്നോട് ഇത് വിളിച്ച് പറയും, ബന്ധുക്കൾ. ഞാൻ ആദ്യമൊക്കെ പാട്ട് പാടുമ്പോൾ തന്നെ ഇങ്ങനെ പറയും, ഞങ്ങൾ ബന്ധുക്കളാണെന്ന് പറയും മരുമോളോട്. അങ്ങനെ എല്ലാം കൊണ്ട് എന്നോട് സ്നേഹവാത്സല്യം കാണിക്കാത്തവരില്ല. എല്ലാവരും, ഞാനും സമഭാവനയോടെ കാണുന്നു, എല്ലാവരും എന്നോടെയും ഇന്നും എപ്പോഴും സമഭാവനയോടെ കാണുന്നത്. ഈ പാരിതോഷികം തന്ന ഈ ബാലു മാഷിക്ക് സാഷ്ടാംഗ വന്ദനം. യോഗാധ്യക്ഷൻ ഇച്ചക്കൊന്ന് കാളങ്ങല തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സമിതി പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ഇന്നത്തെ ഈ കവിതാ സമാഹാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത WCSSൻ്റെ പ്രസിഡന്റ് അമ്പലക്കൊണ്ടി ശ്രീധരേട്ടൻ, ഇന്ന് ഈ പുസ്തകം ഇവിടെ, നമസ്കാരം. ഈ ചടങ്ങ് ഏകദേശം ഒരു 10:30 തുടങ്ങി 12:45 1 മണിയാകുമ്പോഴത്തേനും തീർക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ക്രമീകരിച്ചിരുന്നത്. പക്ഷെ ചെറിയ ചെറിയ കാരണങ്ങളാൽ അത് നീണ്ടുപോയി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടാവും. സമയം 1:30 കഴിഞ്ഞ് 1:45 ആകാനായി. അപ്പോൾ ചെറിയ 2 വാക്കുകൾ, അതായത് പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ കാണാറുണ്ട്. സിനിമ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ കൂടെ ഒരിക്കലും പോകുന്നില്ല. അല്ലെങ്കിൽ നാടകം കാണും, സീരിയൽ കാണും, ഇതിൻ്റെയൊക്കെ കഥാപാത്രങ്ങളുടെ കൂടെ ഒരിക്കലും നമ്മൾ പോകാറില്ല. പക്ഷെ ഒരു പുസ്തകം വായിച്ചു നോക്കിക്കോ. ആ പുസ്തകം വായിക്കുമ്പോൾ അത് കഥയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, അത്തരം കഥകളിൽ അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ ഒരു പ്രധാന കഥാപാത്രം ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ആ കഥാപാത്രം വായിച്ചു പോകുമ്പോൾ നമ്മളാണ്
അല്ലെങ്കിൽ അത് ഞാനാണെന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതായത് ഒരു പുസ്തകം എഴുതുമ്പോൾ ആ എഴുതുന്നയാളാണ് അതിൻ്റെ പ്രധാന കഥാപാത്രമായി മാറുന്നത്. നമ്മൾ സിനിമ കാണുമ്പോൾ അതിൽ അഭിനയിച്ചവരെ നമുക്ക് മുഴുവൻ അറിയാം, അല്ലെങ്കിൽ നാടകമാണെങ്കിലും. പക്ഷെ ആ കഥ എഴുതിയത് ആരാണെന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. പണ്ടൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ ഇപ്പോഴുള്ള ചെറിയ കുട്ടികളൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് അറിയുന്നത് നമ്മൾ ബാലരമ, ബാലമംഗളം, പൂമ്പാറ്റ ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വാങ്ങാറുണ്ട്, വായിക്കാറുണ്ട്. ഇപ്പോൾ അധികം അന്ന് പൈസ ഇല്ലെങ്കിൽ ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ വായിച്ചു തീർത്താൽ അത് കൈമാറി ഒരു 10-50 പേരെങ്കിലും ആ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും. അത് കുട്ടികൾ മാത്രമല്ല, നമ്മുടെ വീടുകളിലുള്ള അമ്മമാരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ അവർക്ക് മംഗളം, മനോരമ, അന്ന് ടി വി ഇല്ല, സിനിമ കാണലും വളരെ കുറവായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ സമയത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ സീരിയലിലോ അല്ലെങ്കിൽ ഇതിലോ കാണുന്ന ആൾക്കാരുടെ പേരറിയില്ലെങ്കിലും മംഗളത്തിൽ എഴുതിയ നോവലിന്റെ അല്ലെങ്കിൽ മനോരമയിൽ എഴുതിയ ആ നോവൽ ആരാണ് എഴുതിയതെന്ന് ജോസി വാഗമറ്റോ സുധാകർ മംഗളോദയോ ഇതാ പലരും ചിരിക്കുന്നുണ്ട്. അവരൊക്കെ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരാഴ്ച കഴിയുമ്പോൾ അത് ഇന്ന് സീരിയൽ നിർത്തുന്നത് പോലെ ഒരു പ്രത്യേക പോയിന്റിൽ അതുകൊണ്ട് നിർത്തുക, അടുത്ത ആഴ്ച അത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും. നമ്മളും അതേപോലെ തന്നെയായിരുന്നു. അതായത് ഒരു മായാവിയായിട്ടോ അല്ലെങ്കിൽ ഡിങ്കനായിട്ടോ ഒക്കെയാണ് നമ്മളെ തന്നെ സങ്കല്പിക്കുന്നത്. ഡാക്കിനി അമ്മുവിനെയും അല്ലെങ്കിൽ കുട്ടൂസന്റെയും ഒക്കെ, അല്ലെങ്കിൽ കുന്തത്തിൽ കയറി പോകുന്നില്ലേ ലുട്ടാപ്പി ലുട്ടാപ്പിനെയൊക്കെ എതിർക്കാനുള്ള ശക്തി ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അറിയാതെ ഉയർന്നു വരും. അതാണ് ഒരു പുസ്തകത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വിജയത്തിന്റെ ഇതിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.